Case study for question and answer. In the five forces model, one of the crux is that companies or divisions compete with their buyers and suppliers. കമ്പനീസോ ആയിരിക്കാം അല്ലെങ്കിൽ ഡിവിഷൻസും ആയിരിക്കാം. കമ്പനീസ് ഓർ ഡിവിഷൻസ്. The same model can be used to evaluate the competitive environment of the divisions. ഡിവിഷൻസിൻ്റെ environment മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം of large complex companies. In such companies, some of the divisions may be buyer and supplier to one another. അതെങ്ങനെയാണ്? ഇപ്പോൾ ഡിവിഷൻ 1 ഡിവിഷൻ 2 സപ്ലൈ ചെയ്യുന്നു. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ പ്രൈസിങ്. ദിസ് ലീഡ്സ് ടു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ അതിൽ ട്രാൻസ്ഫർ പ്രൈസിങ് വരും. This leads to management accounts becoming involved in negotiations leading to agreement of suitable transfer price between these divisions. ഓക്കെ, അപ്പോൾ ഡിവിഷൻ 1 മാനേജറും ഡിവിഷൻ 2 മാനേജറും ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും, ശരിക്കും ബയർ ആൻഡ് സപ്ലയർ പോലെ. അപ്പോൾ എക്സ്പ്ലെയിൻ ഹൗ ദ ഫോഴ്സസ് അപ്ലൈഡ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് ദ ബയർ ലെഡ് മൈക്കിൾ പോർട്ടർ ടു റീച്ച് എ കൺക്ലൂഷൻ ദാറ്റ് കമ്പനീസ് കോമ്പീറ്റ് വിത്ത് ദെയർ ബയേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്കിൾ പോർട്ടർ കൺക്ലൂഡ് ദാറ്റ് കമ്പനീസ് ഓർ ഡിവിഷൻ കോമ്പീറ്റ് വിത്ത് ദെയർ ബയേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ബിക്കോസ് ദേ എക്സസൈസ് ബാർഗനിങ് പവർ ഓർ വൺ അനദർ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനിലും ബയറും ഉണ്ടാവും സപ്ലയർ ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ളതിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും, ബാർഗനിങ് പവർ. ദ റിലേറ്റീവ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിഗ്രി ഓഫ് ബാർഗനിങ് പവർ ഓഫ് ഈച്ച് ഓഫ് ദ പാർട്ടീസ്. ആർക്കാണോ ബാർഗനിങ് പവർ കൂടുതൽ അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. Porter viewed competition as an activity that affects margin, where buyers and suppliers struggle to steal margin from each other. കുഴപ്പമില്ല. അടുത്ത്, ദ കോമ്പറ്റേറ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദ സെല്ലർ എഫക്ട്സ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് പറയാം. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡലിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബാർഗനിങ് പവർ ഓഫ് ദി സപ്ലയർ ആസ് വെൽ ആസ് ബാർഗനിങ് പവർ ഓഫ് ദി ബയർ, കസ്റ്റമർ. ഈ 2 പോയിന്റ് വെച്ചിട്ട് കുറേ എക്സാമ്പിൾസ് കൂട്ടിയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലാർജ് ഓർഡർ ആണെങ്കിൽ പവർഫുൾ ബയറാണ്, കാരണം അവന് ഡിമാൻഡ് ചെയ്യാം, കാരണം വലിയ ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഹീ ക്യാൻ ഫോഴ്സ് ദ സപ്ലയർ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഐദർ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ബീങ് പ്രൊവൈഡഡ് ഓർ ഓഫ് ദ സർവീസസ് സപ്പോർട്ടിങ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പവർഫുൾ ബയർ ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഡിസ്കൗണ്ട് ഡിമാൻഡ് ചെയ്യാം. ഡിമാൻഡ് ഡിസ്കൗണ്ട് ദസ് ഇൻക്രീസിങ് ഹിസ് ഓൺ മാർജിൻ. ബയറിൻ്റെ മാർജിൻ കൂടും ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ, അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ സപ്ലയർ. സെക്കൻഡ്, റിലേറ്റീവ് സൈസ് ഓഫ് ദ പാർട്ടീസ്. ഈ പാർട്ടീസ് എന്ന് പറയുമ്പോൾ സെല്ലർ ആവാം, ബയർ ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാർജ് ബയർ ഓർ സപ്ലയർ ആണെങ്കിൽ ഫോർ ഹൂം ദ അതർ പാർട്ടി ഈസ് സ്മോൾ, നാച്ചുറൽ കേസ് ആരാണോ ബിഗ് ഹീ ഈസ് മോർ ലൈക്ലി ടു എക്സസൈസ് പവർ ടു ഗെറ്റ് എ ഗുഡ് ഡീൽ. അടുത്തത്, ഇപ്പോൾ ഈ സെല്ലറിനെ സംബന്ധിച്ച് ഈ ബയർ ഈസ് എ ലാർജ് ബയർ ആൻഡ് ഡിറ്റർമൈൻസ് മേജർ പോർഷൻ ഓഫ് ഹിസ് ടേൺ ഓവറാണ്. സെല്ലറിൻ്റെ ടേൺ ഓവറിൻ്റെ മേജർ ക്ലയൻ്റ് ആണെങ്കിൽ ആർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാവുക? ബയറിനാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിച്ചിങ് കോസ്റ്റ് ഇൻ ബിസിനസ് എൽസ്വെയർ ഈസ് ഇൻകേർഡ് ബൈ ദ അതർ പാർട്ടി. ഇത് ആരും ആണെങ്കിൽ ആവും. ഇപ്പോൾ ബയർ വാങ്ങിക്കുകയാണ്, ബയറിന് ഒരു റേറ്റ് പറഞ്ഞു, ബയർ വേറെ സെല്ലറിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കണതിൻ്റെ സ്വിച്ചിങ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ആണെങ്കിൽ അപ്പർ ഹാൻഡ് ആർക്കുക? സെല്ലറിനായിരിക്കും. അപ്പോൾ സ്വിച്ചിങ് കോസ്റ്റ് ഇൻ ഡൂയിങ് ബിസിനസ് എൽസ്വെയർ, അത് ഒരു പോയിന്റ്. അടുത്ത്, അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് സപ്ലയർ ഓർ ബയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു ലാർജ് സപ്ലയർ ഉണ്ട്, വിൽ ഗിവ് നോ കൺസെഷൻ ടു എ വെരി സ്മോൾ ബയർ ഇഫ് ഇറ്റ് ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് അനദർ ബയർ വിൽ ബി അവൈലബിൾ. അപ്പോൾ ബയർ വാങ്ങിക്കാൻ പോയി ഒരു റേറ്റ് പറഞ്ഞു, അപ്പോൾ ആ റേറ്റ് എനിക്കിതല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു കുറയ്ക്കാൻ പറഞ്ഞു, പക്ഷേ അയാൾ കുറച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവൻ പോയി കഴിഞ്ഞാൽ വേറെ ആൾ വന്ന് വാങ്ങിക്കാനുണ്ട്, അത് കാരണം കുഴപ്പമില്ല. പക്ഷേ ഞാൻ വാങ്ങിക്കാൻ പോയ സാധനത്തിന് നോ ഓൾട്ടർനേറ്റീവ്, ഒരു ആൾട്ടർനേറ്റീവിലില്ല, സ്പെഷ്യൽ മെറ്റീരിയലാണ്, വേറെ സ്ഥലത്തുനിന്ന് കിട്ടില്ല. അങ്ങനെയാണെങ്കിലും എന്നിട്ടാ സിംഗിൾ സപ്ലയർ ആണെങ്കിൽ നാച്ചുറലി സ്ക്യൂഡ്, ആരെ പവർഫുൾ? സപ്ലയർ ഈസ് മോർ പവർഫുൾ. അതാണ് ഫസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡിസ്കസ് ദി ഇഷ്യൂ. അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് കുറേ കോട്ട് ചെയ്ത് എഴുതി. കമ്പനീസിന് മാത്രമല്ല ഡിവിഷൻസിനും ഇത് മോഡൽ അപ്ലിക്കബിൾ ആണ്, ഈ തിയറി അപ്ലിക്കബിൾ ആണ് 5 ഫോഴ്സസിൻ്റെ. പിന്നെ ബാർഗനിങ് പവർ ഓഫ് ദി ബയർ ആൻഡ് ബാർഗനിങ് പവർ ഓഫ് ദി സപ്ലയർ, ഇതിൽ നിന്ന് കുറേ എക്സാമ്പിൾസ് കൂട്ടി ചെയ്തു. ഫസ്റ്റ്, എ ലാർജ് ഓർഡർ ഓർ പവർഫുൾ ബയർ ആണെങ്കിൽ. സെക്കൻഡ്, റിലേറ്റീവ് സൈസ് ഓഫ് ദ പാർട്ടീസ്. തേർഡ്, എ ബയർ റെപ്രസെൻറ്റ് എ മേജർ പോർഷൻ ഓഫ് ദ ടേൺ ഓവർ ആണെങ്കിൽ. നാലാമത്തെ, സ്വിച്ചിങ് കോസ്റ്റ് ഇൻ ഡൂയിങ് ബിസിനസ് എൽസ്വെയർ ഈസ് ഇൻകേർഡ് ബൈ ദി അതർ പാർട്ടി. പിന്നെ അടുത്ത്, അവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് സപ്ലയർ ഓർ ബയർ. അങ്ങനെ ആണെങ്കിൽ
അടുത്ത ക്വസ്റ്റൻ എന്നിട്ട് ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് നെഗോഷിയേറ്റിംഗ് ആൻഡ് എഗ്രീയിങ് ട്രാൻസ്ഫർ പ്രൈസസ് ബിറ്റ്വീൻ ഡിവിഷൻസ് വിതിൻ എ ലാർജ് ഓർ കോംപ്ലക്സ് ഓർഗനൈസേഷൻ. മേക്ക് റെഫറൻസ് ടു ദി മൈക്കിൾ പോട്ടേഴ്സ് മോഡൽ ആൻഡ് യുവർ ആർഗ്യുമെൻറ്റ്സ് ഇൻ പാർട്ട് 1 were appropriate. അപ്പോൾ ഇഷ്യൂസ് ഓഫ് നെഗോഷിയേറ്റിംഗ് ആൻഡ് എഗ്രീയിങ് ട്രാൻസ്ഫർ പ്രൈസസ് ബിറ്റ്വീൻ ഡിവിഷൻസ് ആണ്. അപ്പോൾ എന്താ ഇതിൽ ശരിക്കും പ്രശ്നം വരിക എന്നുള്ളതാണ് ചോദ്യം. ഈ ഡിവിഷൻസ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിവിഷൻ 1 ഡിവിഷൻ 2 ഇതിൽ ഒരു കമ്പനി ആണെങ്കിൽ ദർ ആർ ഡിവിഷൻസ് കുറേ ഡിവിഷൻസ് ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ സ്ട്രക്ചർ. ഡിപ്പാർട്ട്മെൻറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുറേ ഡിവിഷൻസ് ബയേഴ്സ് ആയിരിക്കും, വേറെ കുറേ സപ്ലയേഴ്സ് ആയിരിക്കും ടു ഈച്ച് അതർ. ദ ലോജിക് ബിഹൈൻഡ് എസ്റ്റാബ്ലിഷിംഗ് സച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്, റെഡ്യൂസ് ചെയ്യുന്നു, കട്ട് ഔട്ട് ദ സപ്ലയർ മാർജിൻസ് ആൻഡ് സെക്യൂർസ് റിലയബിൾ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. പക്ഷേ ഈ അഡ്വാൻറ്റേജസ്, ഈ സേവിങ്സ് ഒക്കെ നശിക്കും ഇഫ് നമ്മൾ കുറേ നേരം നെഗോഷിയേഷനിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ദീ സേവിങ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇഫ് മാനേജ്മെൻറ്റ് നീഡ് ടു ഇൻവെസ്റ്റ് കൺസിഡറബിൾ ടൈം ഇൻ ട്രാൻസ്ഫർ പ്രൈസിങ് നെഗോഷിയേഷൻ. പിന്നെ വേറൊരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ഡിവിഷണൽ പെർഫോമൻസ് ഉണ്ട്. ഡിവിഷണൽ പെർഫോമൻസ് ഈസ് ഒരു ഡിവിഷനുണ്ട്, അവിടെ ഒരു മാനേജറുണ്ട്. ഈ മാനേജറിൻ്റെ സാലറി അല്ലെങ്കിൽ ബോണസസ് ഈസ് ലിങ്ക് ടു ഡിവിഷണൽ പെർഫോമൻസ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ദ ട്രാൻസ്ഫർ പ്രൈസ് അഗ്രീഡ് വിൽ എഫക്ട് ടു സം എക്സ്റ്റെൻറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഡിവിഷൻസ്. ഓക്കെ, അത് ശരിയാണല്ലോ. കാരണം ഒരു ഡിവിഷന് കോസ്റ്റ് ആയിരിക്കും, മറ്റേ ഡിവിഷന് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് എഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ഡിവിഷൻ. ഇഫ് ബോണസസ് ആർ പെയ്ഡ് ടു ദ മാനേജേഴ്സ് ആസ് പെർ ഡിവിഷണൽ പെർഫോമൻസ് ആണെങ്കിൽ ദ ട്രാൻസ്ഫർ പ്രൈസ് വിൽ ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ബോണസ് പെയ്ഡ്. ദസ് മാനേജേഴ്സ് മേ ഹാവ് എ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ എൻഡ്യൂറിങ് നെഗോഷിയേഷൻസ്. അപ്പോൾ ഇവർ കൂടുതൽ ടൈം നെഗോഷിയേറ്റ് ചെയ്യും, മറ്റേ ബയ്യർ എന്നിട്ട് പ്രൈസ് കുറയ്ക്കാനും സെല്ലർ കുറയ്ക്കില്ല എന്ന് പറയാനും. കാരണം ഇവർക്ക് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ എന്നിട്ട് ദ പാരൻറ്റ് കമ്പനി മസ്റ്റ് ഡിറ്റർമൈൻ വെദർ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ പാരൻറ്റ് കമ്പനി ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കമ്പൽസറി ആണ് നിൽക്കുക ബിറ്റ്വീൻ ഡിവിഷൻ 1 ഡിവിഷൻ 2. കാരണം പുറത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വേറെ ഡിവിഷന് കൊടുക്കുകയാണെങ്കിൽ സപ്ലൈയിങ് ഡിവിഷനാണ് നാച്ചുറലി സ്ക്യൂഡ്. സപ്ലൈയിങ് ഡിവിഷൻ ഈസ് മോർ പവർഫുൾ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്ലൈ ഡിവിഷൻ ഈസ് നോട്ട് അലൗഡ് ടു മേക്ക് എക്സ്റ്റേണൽ സെയിൽസ്. നോട്ട് അലൗഡ് ടു മേക്ക് എക്സ്റ്റേണൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ മാർക്കറ്റില്ല. അപ്പോൾ ബയർ ഡിവിഷനാണ് മോർ പവർഫുൾ. പിന്നെ സ്പെഷ്യൽ കമ്പോണൻ്റ് ആണ് സപ്ലൈ ഈസ് നോട്ട് അവൈലബിൾ. അങ്ങനെയാണെങ്കിൽ സപ്ലൈയിങ് ഡിവിഷനാണ് മോർ പവർഫുൾ. അപ്പോൾ ദ ഔട്ട്കം ഓഫ് എനി ട്രാൻസ്ഫർ പ്രൈസ് നെഗോഷിയേഷൻ മസ്റ്റ് ബി എന്താ പറയുന്നത് ട്രാൻസ്ഫർ ടു ഫെയർ പ്രൈസ്. ഇതാണ് ഫൈനൽ ഔട്ട്കം ആയിരിക്കേണ്ടത്. ഇൻ ദിസ് കേസ് ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈസ് മസ്റ്റ് ബി കോംപ്രിഹെൻഡഡ് ആസ് ഫെയർ ബൈ ദ ഡിവിഷൻ കൺസേൺഡ്. എന്താണ് ഫെയർ പ്രൈസ്? വിച്ച് ഈസ് ഫെയർ ടു ബോത്ത് ദ ഡിവിഷൻസ്. എനി അതർ ഔട്ട്കം മേ ലീഡ് ടു ലോസ് ഓഫ് മോട്ടിവേഷൻ ഇൻ വൺ ഓർ ബോത്ത് ഓഫ് ദ ഡിവിഷൻസ്. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിൻ്റ് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ ബാർഗെയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി അൾട്ടിമേറ്റ്ലി ഇൻ കോർപ്പറേറ്റ് ടേംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫർ പ്രൈസിങ് ഇഷ്യൂ ഈസ് ദാറ്റ് വൈൽ കൺസോളിഡേറ്റിംഗ് ദ ട്രാൻസ്ഫർ പ്രൈസ് സീസസ് ടു എക്സിസ്റ്റ്. അത് അങ്ങനെയാണല്ലോ. അപ്പോൾ കൺസോളിഡേഷൻ്റെ സമയത്ത് റവന്യൂ ഫ്രം ദ ട്രാൻസ്ഫർ പ്രൈസ് ക്യാൻസൽസ് ഔട്ട് ടു ദ കോസ്റ്റ് ഓഫ് ദ പർച്ചേസ്. സോ ദ നെറ്റ് റിസൾട്ട് ഈസ് ദാറ്റ് ദ ട്രാൻസ്ഫർ എഫക്ട്സും അതിൻ്റെ കോസ്റ്റും ഡിസപ്പിയേഴ്സ്. In entire development, most of time and efforts are wasted and simply rise in internal transaction cost. Accordingly, any competition between the divisions is worthless. ഇതിപ്പോൾ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ജനറലി എഴുതുക, പക്ഷെ ലിങ്ക് ചെയ്ത് എഴുതുക. അത് മാത്രമുള്ള ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അല്ലാണ്ട് വേറെ കേസും സിറ്റുവേഷനും ഒന്നുമില്ല, സ്പെസിഫിക് ആണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. ടിപ്പിക്കൽ പ്രോബ്ലമാണ് ഇപ്പോൾ റിവൈസ് ചെയ്യേണ്ടി വരും.